ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ്. ബിന്ദൂസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാരറ്റും ബീട്രൂട്ടും ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന നല്ലൊരു തോരനാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഹെൽത്തിയും ടേസ്റ്റിയുമായ എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ഒരു തോരനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചോപ്പ് ചെയ്തെടുക്കണം. ഞാൻ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചോപ്പ് ചെയ്തെടുക്കുന്നതിന് പകരം ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ തീരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ക്യാരറ്റും ബീട്രൂട്ടും എടുക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ക്യാരറ്റ് കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല ബീട്രൂട്ടാണ് കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് കൂടുതൽ എടുക്കാം. ഇനി ക്യാരറ്റ് മാത്രമായിട്ടും ബീട്രൂട്ട് മാത്രമായിട്ടും തോരൻ വെക്കണം എന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെ തോരൻ വയ്ക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ. ഇതിന് വേണ്ടിയിട്ട് ഒരു സവാളി 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ എരിവിന് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് എരിവിന് ആവശ്യമുള്ളത്ര പച്ചമുളക് എടുക്കുക. ഇനി ഇത് രണ്ടും ചെറുതായി അരിഞ്ഞെടുക്കണം. സവാളയും പച്ചമുളകൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോരൻ വയ്ക്കാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാലും ചെറുതായിട്ട് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നത് വരെ വഴറ്റാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. സവാളയും പച്ചമുളകൊക്കെ ഇതിലേക്ക് നന്നായിട്ട് യോജിക്കണം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പുപൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കാം. തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. ഇതിലേക്കിടാൻ വേണ്ടി ഞാൻ കുറച്ച് നാളികേരം ചെറുകിയെടുത്തിട്ടുണ്ട്. നാളികേരത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല, കൂടുതലിടണമെങ്കിലും കുറവിടണമെങ്കിലും ഒക്കെ അതവനവൻ്റെ ഇഷ്ടം പോലെ കേട്ടോ. ഇതാ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തു. ഇതിനിടയിൽ 1-2 തവണ ഞാനിത് തുറന്നിട്ട് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഇതിൻ്റെ നടുഭാഗം ഒന്നിങ്ങനെ കുഴിച്ചെടുക്കണം. ഇതിലേക്ക് ചിരകി വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്തിട്ട് ഇതിങ്ങനെ മൂടി വയ്ക്കണം. ഇത് നന്നായിട്ടിങ്ങനെ മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞു. നാളികേരത്തിലൊക്കെ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് തുറന്ന് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിക്കണം. കാരണം ഇതിൽ ഒരു സ്വല്പം വെള്ളം നനവുണ്ടാവും. മുഴുവനും വെന്തു വെള്ളമൊക്കെ വറ്റി, എന്നാലും ഒരല്പം വെള്ളം നനവ് ഈ തോരനിൽ ബാക്കി നിൽക്കും. അത് പോകാൻ വേണ്ടിയിട്ടാണ് 1 മിനിറ്റ് ഇതിങ്ങനെ പരത്തിയിട്ടിട്ട് ആദ്യം ഇതിങ്ങനെ പരത്തിയിടുക. ആദ്യം പരത്തിയിട്ടിട്ട് 1 മിനിറ്റ് ഇതിങ്ങനെ തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്നും ഇങ്ങനെ തുറന്ന് കിട്ടും. 1 മിനിറ്റ് ഇങ്ങനെ വേവിക്കേണ്ടു കേട്ടോ. ഇതിങ്ങനെ പരത്തിയിട്ടിട്ട് 1 മിനിറ്റ് കഴിഞ്ഞു. ഇത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.